ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മബാദ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ഫൈസൽ സാഹിബ്, വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറെ പ്രിയം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ പറയുന്നതും കേൾക്കുന്നതും നമ്മളുടെ ഈ ഒരുമിച്ചിരുത്തവുമെല്ലാം വരുംകാല ജീവിതത്തിൽ വെളിച്ചമായി മാറാൻ റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെട്ട സദസ്സുകളിൽ ഒന്നാണ് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാം ആഗ്രഹിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ കൂടിയിരുന്ന് സംസാരിക്കുന്നത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു തആല ചേർത്ത് വെക്കാൻ പറഞ്ഞ ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുമിച്ചുകൂടലായി അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മൾ പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇല്ലാത്തവരായിട്ട് മാറാറുണ്ട്. ചിലതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് എത്രമാത്രം വലിയ അനുഗ്രഹമായിരുന്നു അത് എന്ന ഓർമ്മകൾ ഉണ്ടാവുക. ജീവിതത്തിൽ സ്നേഹിക്കാനും കൂടെ നിൽക്കാനും ആരുമില്ലാത്ത ഒറ്റപ്പെട്ടു പോയ കുറേ മനുഷ്യരുണ്ടാവും. ആ മനുഷ്യരുടെ ജീവിതം അങ്ങനെ വരണ്ടു പോയിട്ടുണ്ടാവും. അതേസമയം ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമുക്ക് കരുത്ത് നൽകാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മളുടേത് സ്വന്തമെന്ന് പറയാവുന്ന, നമ്മളുടേത് പ്രിയപ്പെട്ടത് എന്ന് പറയാവുന്ന ചില ആളുകളൊക്കെ നമുക്കുണ്ടാവുമെന്ന് പറഞ്ഞത് ജീവിതത്തിലെ മഹാസൗഭാഗ്യമാണ്. അത്തരമൊരു സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കുടുംബ ബന്ധത്തെക്കുറിച്ച് ധാരാളമായി വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അതാർക്ക് കൊടുക്കണം എന്ന് വിശുദ്ധ ഖുർആൻ അതിൻ്റെ ഒരു മുൻഗണന പറയുന്നുണ്ട്. കുൽമാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ വൽ യതാമാ വൽ മസാകീൻ. നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ പരിഗണിക്കണം ആദ്യം. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കളെ പരിഗണിക്കണം. യതീമുകൾ, മിസ്കീനുകൾ അതിന് ശേഷമാണ് പറയുന്നത്. അപ്പം ചിലരെങ്കിലും പറഞ്ഞേക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ കുടുംബക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറയുന്നത്? ശരിക്കും മറ്റുള്ള കുടുംബക്കാരല്ലാത്ത പാവപ്പെട്ടവരെയല്ലേ നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടത്? പക്ഷെ ഖുർആൻ ഇങ്ങനെ മുൻഗണന പറയുമ്പോൾ കുടുംബത്തെ ആദ്യം പറയുന്നത് എന്തുകൊണ്ടാകും? അതായത് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും ഏതെങ്കിലുമൊക്കെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാവും. ആ മനുഷ്യന് സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിൽ അവൻ്റെ കുടുംബക്കാർ കൂടെയുണ്ട് എങ്കിൽ ആ മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ആ കുടുംബക്കാർ തന്നെ മതി എന്നുള്ളതാണ്. സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത്തരം ബന്ധങ്ങൾ ചേർത്ത് വെക്കുന്നതിലൂടെ, അവരുടെ പരസ്പര പങ്കാളിത്തത്തിലൂടെ, സഹകരണത്തിലൂടെ നമ്മളുടെ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ അതുമുഖേന തന്നെ പരിഹരിക്കാൻ കഴിയും എന്ന ഒരു സിസ്റ്റം കൂടിയാകാം അങ്ങനെ ഒരു മുൻഗണനയിലൂടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടാൻ കുടുംബത്തിൽ നിന്ന് കഴിയും എന്ന് പറയുമ്പോൾ, സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ മാത്രമാണ് കുടുംബം എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇസ്ലാം കുടുംബത്തെ കാണുന്നത് ഈ പറയുന്നത് പോലെ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടാനുള്ള ഒരു ഇടം എന്നതോടൊപ്പം ഈ ഭൂമിയിൽ നമുക്ക് നിർവഹിക്കാൻ മഹത്തായ ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഓരോ മനുഷ്യനെയും തയ്യാറാക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും അതിന് പാകപ്പെടുത്തുന്ന ഒരു കലാലയം കൂടിയാണ് യഥാർത്ഥത്തിൽ ഓരോ കുടുംബവും എന്ന് പറയുന്നത്. നമ്മളിലുണ്ടാവേണ്ട മൂല്യങ്ങൾ, നമ്മളിലുണ്ടാവേണ്ട വ്യക്തിത്വങ്ങൾ,
നമ്മളിൽ ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ, നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട നമ്മളുടെ ബോധ്യങ്ങൾ, ഇതൊക്കെ രൂപപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഓരോ വീടും കുടുംബവും എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിൽ നമുക്ക് മാതൃകയുണ്ട് എന്നല്ല പറയുമ്പോൾ അത് ഇബ്രാഹിം നബി എന്നൊരു വ്യക്തിയിൽ മാത്രമല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. അതൊരു കുടുംബത്തിൻ്റെ കൂടെ ചിത്രമാണ്. അവിടെ ഹാജറുണ്ട്, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ട്, ഇസാഖ് നബി അലൈഹിസ്സലാം ഉണ്ട്. ഇവരെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുടുംബം പരസ്പരം സ്നേഹിച്ച് പരസ്പരം വാത്സല്യം പ്രകടിപ്പിച്ച് അവരൊന്നു ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ട സമാധാനത്തെയും സന്തോഷത്തെയും കുറിച്ച് മാത്രമല്ല അവരാലോചിക്കുന്നത്, മറിച്ച് അള്ളാഹു ഈ ഭൂമിയിൽ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള മഹത്തായ ഒരു ദൗത്യം നിർവഹിക്കാൻ കൂടിയാണ് അവരാ ബന്ധത്തെ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ടാണല്ലോ കൈക്കുഞ്ഞുമായി ഹാജറ ബീവിക്ക് ആരോരുമില്ലാത്ത ആ മക്കയിൽ പോയി താമസിക്കാനുള്ള തീരുമാനത്തെ അവർ ഏറ്റെടുക്കുകയാണ്. ഏതൊരു സ്ത്രീയും ഒരു ചെറിയ കുഞ്ഞിനോടൊപ്പം വളരുമ്പോൾ അത് കൂടെ കുറെ ആളുകൾ വേണം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനെങ്കിലും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയും ഉണ്ടാവുകയില്ല. ഹാജറ ബീവിക്കും ആ ആഗ്രഹം ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ആ കൈക്കുഞ്ഞുമായി ആരോരുമില്ലാത്ത ഒരു ഇടത്ത് പോയി താമസിക്കാൻ വ്യക്തിപരമായിട്ട് അവർക്ക് താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് പടച്ചറബിൻ്റെ ഒരു തീരുമാനമാണ്. ആ പടച്ചറബിൻ്റെ തീരുമാനം എന്താ? ആ മക്ക കേന്ദ്രമാക്കിയിട്ട് ഒരു സംസ്കാരവും നാഗരികതയും രൂപപ്പെടാനുണ്ട്. അന്ന് ആരോരുമില്ലാത്ത ആ പ്രദേശം ലോകത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറേണ്ടതുണ്ട്. അങ്ങനെ മഹത്തായ ഒരു നാഗരികതയും സംസ്കാരവും രൂപം കൊള്ളാനുള്ള ആ മക്കയിലെ ആ ഒരു കേന്ദ്രസ്ഥാനത്ത് ആദ്യമായിട്ടുള്ള ആ സംസ്കാരത്തിൻ്റെ അടിത്തറയൊരുക്കാൻ നിയോഗിക്കപ്പെട്ടവൾ എന്ന നിലക്കുള്ള ഒരു ബോധ്യം കൂടിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ഒരു നിയോഗമായി മനസ്സിലാക്കിയിട്ട് അവരതിനെ ഏറ്റെടുക്കുകയാണ്. അതിന് കൂട്ടാകുന്നതാരാണ്? പ്രിയതമനാണ്. അതിന് കൂട്ടായിട്ട് കൂടെ നിൽക്കുന്നത് മകനാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഈ കുടുംബ ബന്ധം, ഉപ്പയും ഉമ്മയും മക്കളും ഇണതുണകളുമൊക്കെ ആയിട്ടുള്ള ഈ ബന്ധങ്ങളുണ്ടല്ലോ, ആ ബന്ധം നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കൂടി നമ്മളെ സഹായിക്കുന്ന ഇടങ്ങളായി മാറുക എന്നതാണ് ഈ ദുനിയാവിൽ അതിനെ കിട്ടേണ്ട, കുടുംബത്തെ കൊണ്ട് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. എന്നാൽ ദുനിയാവിൽ മാത്രമല്ല, ഓരോ കുടുംബം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ പരലോകത്തേക്കുള്ള വലിയ കരുതി വെക്കൽ കൂടിയാണ്. കാരണം ആലോചിച്ച് നോക്കാം, നമ്മൾ ഒരു കുടുംബത്തിനകത്ത് നമ്മളുടെ പരസ്പര ഒരുപാട് ബന്ധങ്ങളുടെ ഇടമാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ഉപ്പയും മക്കളും തമ്മിൽ, അതുപോലെ തന്നെ ഇണതുണകൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ബന്ധങ്ങളാണ് ഒരു കുടുംബത്തിനകത്തുണ്ടാവുക. ഈ ബന്ധങ്ങൾ പുലർത്തുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട അമലാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട അമലുകളിൽപ്പെട്ട ഒന്നാണ് പരസ്പര ബന്ധങ്ങൾ പുലർത്തുക. അതൊക്കെ നന്മയാണ്. ഒരിക്കൽ സഹാബിമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അലാ ഉഖ്ബിറുക്കും ബി അഫ്ളല മിൻ ദറജത്തി സ്വലാത്തി വസ്സിയാമി വസ്സദഖ, സുന്നത്തായ നമസ്കാരത്തെക്കാളും സുന്നത്ത് നോമ്പിനേക്കാളുമൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ ദൂതരെ അങ്ങ് പറഞ്ഞു തന്നാലും. ഇസ്ലാഹു ദാത്തിൽ ബൈൻ ഫഇന്ന ഫസാദ ദാത്തിൽ ബൈനി ഹിയൽ ഹാലിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളെ നിങ്ങൾ ഉത്തമമാക്കുക. ബന്ധങ്ങളെ നന്നാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ഏതൊരു പരിശ്രമവും സുന്നത്ത് നമസ്കരിക്കുന്നതിനേക്കാളും സുന്നത്ത് നോമ്പെടുക്കുന്നതിനേക്കാളും അള്ളാഹുവിങ്കൽ പ്രിയപ്പെട്ടതാണ്, നന്മയുള്ളതാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളുടെ കുടുംബത്തോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന സമയം നമുക്ക് സുഹൃതമായി മാറുന്ന കാര്യമാണ്. നമ്മളുടെ ഉമ്മയോടൊപ്പം നമ്മൾ ഇരിക്കുന്ന സമയം നന്മയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തും. ഉപ്പയോടൊപ്പം ഇരിക്കുന്ന സമയം, നമ്മൾ ഇണതുണകൾ തമ്മിൽ സംസാരിക്കുന്ന സമയം, സന്തോഷം പങ്കുവെക്കുന്ന സമയം, മക്കളോടൊപ്പം നമ്മൾ ഇരിക്കുന്ന സമയം, അതൊക്കെ പരസ്പരമുള്ള ബന്ധങ്ങളെ നന്നാക്കുന്ന സമയമാണ് എന്നതുകൊണ്ട് അതൊക്കെ സുന്നത്ത് നമസ്കരിക്കുന്നത് പോലെ, നമ്മൾ സുന്നത്ത് നോമ്പെടുക്കുന്നത് പോലെ അള്ളാഹു ധാരാളമായി പ്രതിഫലം നൽകുന്ന കാര്യമായി മാറുകയാണ്. ആ അർത്ഥത്തിൽ ആലോചിച്ചാൽ ഒരു കുടുംബത്തിനകത്ത് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളുടെ നന്മയുടെ പുസ്തകത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെടുകയാണ്. അതുകൊണ്ട് അതിനെ ചേർത്ത് വെക്കുക എന്നത്
ഈ ലോകത്ത് സന്തോഷമുണ്ടാക്കുന്ന, സമാധാനമുണ്ടാക്കുന്ന കാര്യം മാത്രമല്ല, പരലോകത്ത് നമ്മളെ സ്വർഗത്തോളം എത്തിക്കുന്ന ഒരു സൽക്കർമ്മമായിട്ട് മാറുന്ന ഒരു സംവിധാനം കൂടിയാണ് പടച്ചോൻ നമുക്ക് നൽകിയിട്ടുള്ളത്. അതിനെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു ഈ ക്യാമ്പയിൻ നടത്താനുള്ള ഒരു പശ്ചാത്തലത്തെക്കുറിച്ച്. ഈ ക്യാമ്പയിനിന് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, സമൂഹത്തിനകത്ത് സൃഷ്ടിക്കുന്ന അരാജകത്വപരമായ ഒരുപാട് വാദങ്ങൾ, മനുഷ്യബന്ധങ്ങളെ ശിഥിലമാക്കുന്ന, കുടുംബങ്ങളെ തകർത്ത് കളയുന്ന, മനുഷ്യനെ തന്നെ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള അത്തരം ലിബറൽ വാദങ്ങളോട് ഇസ്ലാമിന് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക. ഇസ്ലാം എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് എന്ന അങ്ങനെയുള്ള വാദങ്ങളെ നിരാകരിക്കുന്ന, അതിനോട് പോരാടുന്ന ഒരു ആശയതലം ഈ പറയുന്ന ക്യാമ്പയിൻ ഉണ്ട്. അതിൻ്റെ മറ്റൊരു തലം നമ്മളോട് തന്നെ സംവദിക്കുന്ന ഒരു തലമാണ്. നമ്മളോട് തന്നെ സംവദിക്കുന്ന തലം. ഇതിൻ്റെ ആദ്യ ഭാഗത്തെക്കുറിച്ച് ധാരാളമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ 2ാമത്തെ തലത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 1ാമത്തെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു, ലിബറൽ വാദങ്ങൾ നമ്മളുടെ ആളുകളെ ബാധിക്കുന്നു, നമ്മളുടെ കുടുംബങ്ങളെ, നമ്മളുടെ കുട്ടികളെ ഒക്കെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹത്തിന് ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ വിവാഹത്തിലൂടെ മുന്നോട്ട് പോകുന്നവർ പെട്ടെന്ന് വിവാഹമോചിതരാകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ശരിയുമാണ്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം ഇത്തരം വാദങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആശയങ്ങൾ നമ്മളെ ബാധിക്കുന്നത്? അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉണ്ടാവുക. ആ 2 കാരണങ്ങളെ ചികിത്സിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രധാനപ്പെട്ട വഴി എന്നുള്ളത്. അതിൻ്റെ 1ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുക എന്നുള്ളതാണ്. പടച്ചോനെക്കുറിച്ചും ദീനിനെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അത് ബോധ്യമാകേണ്ട ഒരു ഘട്ടം കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇസ്ലാമിനെ കുറിച്ച് ഭയങ്കര തെറ്റിദ്ധാരണകളും മോശമായ ധാരണകളും നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ, നമ്മളുടെ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് നടക്കും, കാരണം അവരുടെ പണി അതാണ്. കാരണം ഈ ലിബറൽ വാദങ്ങളൊക്കെ കാര്യമായിട്ട് അവർ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെയാണ്. കാരണം ഇസ്ലാമിനാണ് ആശയപരമായി ഇതിനെ എതിർക്കാനുള്ള ശക്തിയുള്ളത്. അതുകൊണ്ട് ഇസ്ലാമിനെ മുൻനിർത്തിയിട്ടാണ് ഇവരെല്ലാ തരത്തിലുള്ള ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അവരുടെ പ്രചരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? മനുഷ്യൻ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, മനുഷ്യൻ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നിങ്ങളെന്തിനാണ് ഈ 6-ാം നൂറ്റാണ്ടിലുള്ള അധ്യാപനങ്ങളെ, ആശയങ്ങളനുസരിച്ച് ജീവിക്കുന്നത്? അതുകൊണ്ട് മനുഷ്യൻ പുരോഗമിക്കും തോറും മനുഷ്യനിൽ നന്മകളുണ്ടാകും, മനുഷ്യൻ പുരോഗമിക്കും തോറും മനുഷ്യനിൽ നീതിയും സമത്വവും ഒക്കെ ഉണ്ടായിത്തീരുകയാണ് ചെയ്യുക. അതുകൊണ്ട് എത്ര പഴയതിലേക്ക് പോകുന്നുവോ അത്രയും അവിടെ അനീതി ഉണ്ടാകും, വിവേചനമുണ്ടാകും, മനുഷ്യനെ ചൂഷണം ചെയ്യലുണ്ടാകും. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് വളരെ പഴഞ്ചനായ ഒരു ആശയമാണ്. അതിനെ നിങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുവരരുത്. സോഷ്യൽ മീഡിയയിലെ ഭാഷയിൽ പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരാണ് നിങ്ങൾ എന്ന് നമ്മളുടെ തലമുറയോട് ഇവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കും തോന്നും അത് ശരിയാണല്ലോ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എത്രയോ മുമ്പ് അവതരിച്ചതല്ലേ, അള്ളാഹിൻ്റെ റസൂലൊക്കെ ജീവിച്ച കാലം ഒരുപാട് മുമ്പല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. വൈക്കം മുഹമ്മദ് ബഷീർ അറിയപ്പെടുന്ന വലിയ സാഹിത്യകാരനാണല്ലോ. അദ്ദേഹത്തിൻ്റെ അടുത്തിങ്ങനെ അന്നത്തെ കാലത്ത് കുറേ സാഹിത്യകാരന്മാർ വരും. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അദ്ദേഹം പറയുന്നൊരു സംഭവമാണ്. അപ്പോൾ സാഹിത്യകാരന്മാരൊക്കെ വന്നിങ്ങനെ സംസാരിക്കും. അപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ സംസാരിക്കുമ്പോൾ അവർ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ചോദിച്ചു, താങ്കൾ മതവിശ്വാസിയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ മതവിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. താങ്കൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ ഞാൻ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവർ ചോദിച്ചു, താങ്കളെപ്പോലെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ പഴഞ്ചനായ ഒരു ഇസ്ലാമിൽ വിശ്വസിക്കുക എന്ന് ചോദിച്ചു. അതിന് ബഷീർ പറഞ്ഞൊരു മറുപടിയുണ്ട്. നിങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ലേ? ആ സൂര്യൻ ഓരോ ദിവസവും ഇങ്ങനെ ഉദിച്ചു വരുന്നതാണ്. പക്ഷെ ആ സൂര്യൻ എത്ര പഴയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും രാവിലെ എണീറ്റിട്ട് തോന്നിയിട്ടുണ്ടോ ഇതിപ്പോൾ എന്നും വരുന്നൊരു സൂര്യനല്ലേ, എത്രയോ മുമ്പ് വരാൻ തുടങ്ങിയ സൂര്യനാണ്, ഇതിനൊന്ന് വേറെ സൂര്യൻ വന്നൂടെ, അല്ലെങ്കിൽ ഇതിനൊന്ന് പൊയ്ക്കൂടെ എന്ന് നിങ്ങൾ വിചാരിക്കാറില്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഇസ്ലാം. അതിൽ ഉത്തരമുണ്ട്. കാരണം ഈ സൂര്യൻ എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ സൃഷ്ടി എന്നതുപോലെ ദൈവികമാണ് എന്നതുപോലെ ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമാണ്. അതൊരു മനുഷ്യൻ ഉണ്ടാക്കിയതല്ല.
ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതായത് ഒരു മനുഷ്യൻ രൂപപ്പെടുത്തിയ ഒരു സങ്കല്പവും ആശയവുമായിരുന്നെങ്കിൽ അത് കാലം മാറുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അതിലൊരുപാട് ന്യൂനതകളും അപാകതകളും പുറത്തു വരും. പക്ഷെ ഇസ്ലാം എന്ന് പറയുന്നത് അങ്ങനല്ലല്ലോ. ഇസ്ലാം എന്താ? ഈ പ്രപഞ്ചത്തെ പടച്ച, മനുഷ്യനെ പടച്ച, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, മനുഷ്യനെത്ര മുന്നോട്ട് പോകും, കാലമെത്ര വികസിക്കും, മനുഷ്യനെത്ര പുരോഗമിക്കും എന്നൊക്കെ ഏറ്റവും നന്നായി അറിയാവുന്ന പടച്ച റബ്ബിൻ്റെ ആശയമാണ് ഇസ്ലാം. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ കാലഘട്ടത്തിലുമുള്ള മനുഷ്യർക്ക് അനുയോജ്യമായ, അവർക്ക് നന്മയായ, അവർക്ക് ഗുണമുള്ള ആശയങ്ങളാണ് നൽകുക എന്ന ബോധ്യം നമ്മളുടെ മനസ്സിൽ അടിയുറക്കണം. അങ്ങനെ അടിയുറച്ചിട്ടാണ് ഇത്തരം ആശയങ്ങൾക്ക് മുന്നിൽ നമ്മൾ സംസാരിക്കാൻ നിൽക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവാത്ത, നമുക്ക് വ്യക്തത വരേണ്ട കുറേ കാര്യങ്ങൾ ഇസ്ലാമിൽ ഉണ്ടാവും. എല്ലാവർക്കും ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വലിയ പാണ്ഡിത്യം ഉണ്ടാവും എന്ന് വിചാരിക്കാൻ കഴിയില്ല. പക്ഷേ ആ പാണ്ഡിത്യമില്ലെങ്കിലും നമ്മളുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഒരു ബോധ്യം എന്ന് പറയുന്നത്, ഇസ്ലാമിൽ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതൊക്കെ ശരിയാണ്, അതൊക്കെ എനിക്ക് നന്മയാണ്, അതൊക്കെ എല്ലാ കാലഘട്ടത്തിലും പ്രസക്തമാണ്, എല്ലാ കാലത്തെയും മനുഷ്യന് ഏറ്റവും നന്മ അതിലാണ് എന്ന ഒരു അടിയുറച്ച ധാരണ നമുക്കുണ്ടാവുക, ഒരു ബോധ്യമുണ്ടാവുക. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം, അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ അന്വേഷിക്കാം. അതൊന്നാമതായി നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ്. രണ്ടാമതായി പടച്ചോനെ കുറിച്ചുണ്ടാവേണ്ട ചില ബോധ്യങ്ങളുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളാണ്. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറഞ്ഞാൽ പടച്ചോനുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ലല്ലോ. അള്ളുണ്ട്, അള്ളയാണ് ഇതിനൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്, നമ്മളെയും സൃഷ്ടിച്ചത് പടച്ചോനാണ് എന്നത് മാത്രമല്ല ഇസ്ലാമിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ. മറിച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇൽമു വേണം എന്ന് പറയുന്നുണ്ട്. ഇൽമു എന്ന് പറഞ്ഞാൽ എന്താ? ഇൽമു എന്ന് പറഞ്ഞാൽ ഇദ്റാഖു ശൈഇ ബിൽ ഹഖീഖ എന്ന് അറബിയിൽ പറയും. ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യത്തോടു കൂടി ഉൾക്കൊള്ളുക എന്ന് പറയുന്നതിനാണ് ഇൽമു എന്ന് പറയുക, അറിവ് എന്ന് പറയുക. അപ്പോൾ അള്ളുണ്ട് നമ്മൾ വിശ്വസിച്ചാൽ അതിൻ്റെ അർത്ഥം പടച്ചോൻ ഉണ്ട് എന്ന് മാത്രം വിശ്വസിക്കലല്ല, ആ ഉള്ള പടച്ചോൻ ആരാണ്, പടച്ചോൻ്റെ കഴിവുകൾ എന്താണ്, പടച്ചോൻ്റെ ഗുണങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അത് പൂർണ്ണമായിട്ടും നമുക്കറിയാനൊന്നും കഴിയില്ല, അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അറിയും തോറും എന്താ സംഭവിക്കുക? അറിയും തോറും അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് കൂടും. അപ്പോൾ ഈ വിശ്വാസത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു ഹക്കീമാണ് എന്ന് മനസ്സിലാക്കൽ. ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താ? അള്ള ചെയ്യുന്നതിലൊക്കെ കൃത്യമായ യുക്തിയുണ്ട്. കാരണം ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്താ? ഇത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല, ഇതിൽ ലോജിക്കില്ല എന്ന് പറയും. പല കാര്യങ്ങളും അവർ ഉദാഹരണമായിട്ട് പറയും, ഇസ്ലാമിൽ ഇതിലെന്ത് യുക്തിയുള്ളത്, ഇതിലെന്താ ഉള്ളത് എന്നൊക്കെ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മളുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പടച്ചോൻ നമ്മളോട് കൽപ്പിച്ചതിലൊക്കെ യുക്തിയുണ്ട്, അത് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അതിൽ യുക്തിയുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുക. ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇവർ കാര്യമായിട്ട് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യം എന്താ? ഇസ്ലാമിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെടുന്നവരാണ്, സ്വാതന്ത്ര്യമില്ലാത്തവരാണ്, രണ്ടാം തരക്കാരാണ്. എന്നിട്ട് അവർ കുറേ ഉദാഹരണം പറയും. ഇസ്ലാമിൽ അനന്തരാവകാശം വീതിക്കുമ്പോൾ സ്ത്രീക്കും പുരുഷനും ഇടയിൽ വിവേചനമുണ്ട്, അതുപോലെ തന്നെ കുടുംബജീവിതത്തിൽ സ്ത്രീക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ എന്തുണ്ടാവും, നമുക്ക് അതിൽ ചില വിശദീകരണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മളുടെ യുക്തിയെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ സ്വത്തവകാശത്തെക്കുറിച്ച് നമുക്ക് തന്നെ അറിയാം, അത് പുരുഷനാണ് എല്ലാ സാമ്പത്തിക ബാധ്യതയുള്ളത്, കുടുംബത്തിലും എല്ലാ ചെലവും വഹിക്കേണ്ടത് പുരുഷനാണ്. സ്ത്രീ എത്ര പൈസ ഉണ്ടെങ്കിലും ചെലവഴിക്കേണ്ട ബാധ്യത അവൾക്കില്ല. അതുകൊണ്ട് അനന്തരാവകാശത്തിലുള്ള ഈ ഏറ്റവ്യത്യാസം നമുക്ക് യുക്തിപരമായിട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇദ്ദ, പുരുഷൻ മരണപ്പെട്ടാൽ സ്ത്രീ ഇദ്ദയിരിക്കണം, തൊലാക്ക് ചൊല്ലപ്പെട്ടാൽ സ്ത്രീ ഇദ്ദയിരിക്കണം. പുരുഷനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു ഇസ്ലാമിലെ സ്ത്രീ വിവേചനമല്ലേ? അപ്പോൾ മുമ്പ് കാലത്തൊക്കെ ഇതിനെ വിശദീകരിച്ചിരുന്നത് എന്താ? സ്ത്രീകൾക്ക് ഗർഭമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാലയളവാണ്. അപ്പോൾ ഒരാൾ ചോദിക്കണം, ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, ഇന്നൊരു ടെസ്റ്റ് ചെയ്താൽ അറിയാവുന്ന ഒരു കാര്യമാണ്, പിന്നെന്തിനാണ് ഇത്ര മാസമൊക്കെ എങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ അത് ആലോചിച്ചാൽ ചിലപ്പോൾ നമുക്കതിൻ്റെ ഒരു യുക്തി കിട്ടലുണ്ടാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കൽപ്പിച്ചതാരാ? അള്ളാഹു കൽപ്പിച്ചതാണ്. പടച്ചോൻ ഇതൊന്നും അറിയാത്ത ആളല്ലല്ലോ, പടച്ചോൻ ഇതൊക്കെ അറിയാം. മനുഷ്യൻ പുരോഗമിക്കുമെന്നും അതുപോലെ തന്നെ ഗർഭമുണ്ടോ എന്ന് കണ്ടെത്താനുള്ള നൂതന വഴികൾ ഉണ്ടാകുമെന്നൊക്കെ അറിയുന്ന ആളാണ് പടച്ചോന്. എന്നിട്ടും പടച്ചോൻ ഇത് ഒരു നിയമമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിലെന്തോ ഒരു നന്മയുണ്ട്, ഇതിലൊരു യുക്തിയുണ്ട്. അതെനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും
അത് പടച്ചോന്റെ ഒരു കൽപ്പനയിൽ യുക്തി ഉണ്ടാകുമെന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാവലാണ്. അതാണ് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ മറ്റൊരു ഭാഗം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അള്ളാഹു നീതിമാനാണ്. അള്ളാഹു നീതിമാനാണ് എന്ന് ഉൾക്കൊള്ളൽ ഇതിൽ പ്രധാനമാണ്. കാരണം പലപ്പോഴും നമ്മളുടെ ഇങ്ങനെ കുറേ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമ്മളുടെ കുറേ ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമിൽ എന്തോ ഒരു വിവേചനമുണ്ട്. ഇപ്പോൾ ബഹുഭാര്യത്വവും അതുപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇസ്ലാമിൽ എന്തോ ഒരു വിവേചനമുണ്ട് എന്ന് ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, പടച്ചോനിപ്പോൾ ആണിനോടും പെണ്ണിനോടും പ്രത്യേകിച്ച് ഒരു വിവേചനം തോന്നേണ്ട കാര്യമില്ലല്ലോ. കാരണം എന്താ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് പടച്ചോനാണ്, അള്ളാന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് ആണിനോട് പ്രത്യേക ഒരു സ്നേഹം, പെണ്ണിനോട് സ്നേഹമില്ലായ്മ ഒന്നുമില്ല. അള്ളാഹ് നീതിമാനാണ്. അള്ളാഹുവിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് പടച്ചോനൊരു നിയമം നമുക്ക് നൽകുമ്പോൾ, പടച്ചോനൊരു നിർദ്ദേശം നൽകുമ്പോൾ അത് പൂർണ്ണമായിട്ടും നീതിയായിരിക്കും. ആ നീതി എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് ഈ ലോകത്ത് വെച്ച് തിരിയുന്നുണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. നമ്മളുടെ ചെറിയ ബുദ്ധിയിലും നമ്മളുടെ പരിമിതമായ യുക്തിയിലും ആലോചനയിലും കിട്ടാത്ത എന്തൊക്കെയോ ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മൾ കാണുന്ന ഈ കൊച്ചു ഭൂമിയിലെ ഈ ചെറിയ മനുഷ്യർ മാത്രമല്ലല്ലോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിവിശാലമായ പ്രവിശാലമായ അനേകം കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള വിശാലമായ ഗാലക്സികളൊക്കെ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്തായ കഴിവിനെയും ആ തീരുമാനത്തെയും ഒക്കെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണമെന്നില്ല. അതിൻ്റെ ഒരു പരിമിതി നമുക്കുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ് കൽപ്പിച്ചതാണെങ്കിൽ അതിൽ നീതി ഉണ്ടാവും എന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവലാണ്. പറഞ്ഞു വന്നത്, ഇസ്ലാമിനെ കുറിച്ച് നമുക്കുണ്ടാവേണ്ട ചില അടിസ്ഥാനപരമായ ബോധ്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇസ്ലാം എന്ന് പറയുന്നത് ദൈവികമാണ് എന്നൊരടിയുറച്ച ബോധ്യം നമുക്കുണ്ടാവും. അപ്പോൾ പിന്നെ കാലം മാറി എന്നതുകൊണ്ട് ഇതൊക്കെ മാറണം എന്നൊരാലോചനയിലേക്ക് നമ്മൾ പോവേണ്ടത് വരില്ല. അള്ളാഹു യുക്തിമാനാണ്, അള്ളാഹു നീതിമാനാണ്, അള്ളാഹു കാരുണ്യവാനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹ് ഒരിക്കലും ഒരാളോടും വിവേചനം കാണിക്കുകയില്ല. ഇസ്ലാമിലെ നിയമങ്ങളിൽ വിവേചനം ഉണ്ടാവുകയില്ല, അതിൽ അനീതി ഉണ്ടാവുകയില്ല എന്ന അടിയുറച്ചൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുക എന്നതാണ് ഇതിൻ്റെ പ്രതിരോധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ബോധ്യങ്ങളിൽ നിന്നിട്ട് നമ്മൾ ഇസ്ലാമിനെ വായിക്കാം, ഇസ്ലാമിനെ പഠിക്കുക. അപ്പോൾ കൂടുതൽ നമുക്ക് അറിവുകൾ കിട്ടും. ആ ബോധ്യത്തെ കൂടുതൽ അടിയുറപ്പിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബേസ് നമ്മളുടെ തലമുറയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം നേരത്തെ TM സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ ഒരു പ്രായോഗികമായ തലത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ലിബറൽ ചിന്തകളെ സ്വാധീനിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. കാരണം ആളുകളൊക്കെ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ വായിച്ച് കുറേ പുതിയ ചിന്തകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ തീരുമാനിക്കുന്നതൊന്നല്ല. കുറേ ആളുകൾ അനുഭവങ്ങളിൽ നിന്നാണ്. കാരണം ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാവരും അവരവരുടെ അനുഭവങ്ങൾ എഴുതാനും അത് പങ്കുവെക്കാനും ഒക്കെ കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബത്തിനകത്ത് ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ മുമ്പും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും പലപ്പോഴും പുറത്തുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടാറില്ല. പക്ഷെ ഇന്നത്തെ കാലം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും, ആളുകളോട് പറയും, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയും, അത് പ്രചരിപ്പിക്കും, ഇത്തരം ചിന്തകൾ പ്രചരിക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കും ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. കാരണം എല്ലാ കുടുംബങ്ങളിലും ഈ പറയുന്ന ഒരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തിനാ ഞാൻ ആ പ്രശ്നത്തിലേക്ക് പോകുന്നത്? വിവാഹം കഴിയുന്നതോടുകൂടി സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്ന ഒരവസ്ഥയാണ് കുടുംബങ്ങളിലൊക്കെ കാണുന്നത്. ഈ ഒരു അനുഭവങ്ങളാണ് പലപ്പോഴും ആളുകളെ ഇത്തരം ചിന്തകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രധാന കാരണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളുടെ വീടിനെ കുറിച്ച്, നമ്മളുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മളുടെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരു അന്തരീക്ഷവും ഇല്ല എന്ന് ഉറപ്പ് നമുക്ക് പറയാൻ കഴിയുമോ എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാം എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്? ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹിതമായ ചില മാതൃകകളുണ്ട്. കുടുംബജീവിതത്തിലെ പരസ്പര ബന്ധങ്ങളിലെ, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ സംരക്ഷിക്കുന്നതിലെ, ആദരിക്കുന്നതിലൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹത്തായ ചില മാതൃകകളും നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ കുടുംബത്തിലും പ്രായോഗികവൽക്കരിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് നമ്മളുടെ സാമൂഹിക സാഹചര്യം വേറൊന്നും, ഇസ്ലാമിക നിയമങ്ങൾ അപ്പുറത്തും നിൽക്കുമ്പോൾ നമുക്ക് പലതും മനസ്സിലാവില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇസ്ലാം ഒരു നിയമത്തെ നടപ്പാക്കുന്നത് ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിൽ കൂടിയാണ്.
ഇസ്ലാം ആഗ്രഹിക്കുന്ന വിഭാവന ചെയ്യുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിൽ സ്ത്രീ എന്ന് പറയുന്നത് ആദരിക്കപ്പെടുന്നവളാണ്, അവൾ ബഹുമാനിക്കപ്പെടുന്നവളാണ്, അവളുടെ വ്യക്തിത്വം വിലമതിക്കപ്പെടുന്നവളാണ്, അവൾക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഉത്തരവാദിത്വവും ഇല്ലാത്തവളാണ്, അവൾ അങ്ങേയറ്റം കുടുംബത്തിനകത്തും സമൂഹത്തിലുമൊക്കെ ബഹുമാനിക്കപ്പെടുന്നവരാണ്. എന്നാൽ ഇതൊന്നുമല്ലാത്തൊരു ചുറ്റുപാടാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത്. സ്ത്രീ പലപ്പോഴും അവൾക്ക് അർഹിക്കുന്ന ആദരവ് ലഭിക്കാറില്ല, അവൾക്ക് ലഭിക്കേണ്ട സ്ഥാനങ്ങൾ, അവരുടെ ഐഡൻറ്റിറ്റി, അവരുടേതായ വ്യക്തിത്വത്തെ പലപ്പോഴും അംഗീകരിക്കപ്പെടാറില്ല. അവൾക്ക് മേൽ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ അടക്കം ചുമത്തപ്പെടുന്ന സാമൂഹിക സാഹചര്യങ്ങൾ, അവൾക്ക് അവളുടേതായ സമ്പത്ത് സ്വന്തം നിലക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, ഇതൊക്കെയുള്ള ഒരു സാമൂഹിക ചുറ്റുപാടിലും ഗാർഹിക ചുറ്റുപാടിലും നമ്മൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുമ്പോൾ ആളുകൾ മനസ്സിലാക്കും ഇതൊരു വിവേചനമാണ്. പക്ഷെ ഇതല്ല, ഇസ്ലാം ആഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മൾ രൂപപ്പെടുത്തുക നമ്മളുടെ വീടിനകത്ത്, നമ്മളുടെ കുടുംബത്തിനകത്ത്. അപ്പോൾ നമ്മൾ പലതും മാറ്റിവെക്കേണ്ടി വരും. കാരണം നമ്മൾ നാട്ടുനടപ്പുകൾ എന്ന അർത്ഥത്തിൽ നമ്മൾ പിന്തുടരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നാട്ടുനടപ്പ് നമുക്ക് പിന്തുടരാനൊക്കെ പറ്റും. അതെപ്പോ ഇസ്ലാമിക വിരുദ്ധമല്ലാതാകുമ്പോൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു മൂല്യത്തിന് വിരുദ്ധമാണ് എങ്കിൽ ഒരു നാട്ടുനടപ്പും നമ്മൾ കൊണ്ടുനടക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പം നമ്മൾ ഓർക്കാട്ടേരിയിലെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത കാര്യം വളരെയധികം ചർച്ചയായൊരു വിഷയമാണല്ലോ. എന്തിനാണ് ആ ഉമ്മ ആത്മഹത്യ ചെയ്തത്? അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്താ? ഇവർ വീട്ടിലേക്ക് വധുവായി വന്ന സമയത്ത്, മരുമകളായി വന്ന സമയത്ത് അവിടുത്തെ അമ്മായിയമ്മ ഇവരുടെ സ്വർണം മുഴുവൻ വാങ്ങിവെക്കുകയാണ്. അങ്ങനെ ഒരു നാട്ടുനടപ്പ് നമ്മളുടെ പല നാട്ടിലുണ്ട്. ഇപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും പലയിടത്തും അതുണ്ട്. അത് വാങ്ങിവെക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് ഇവരാവശ്യപ്പെടുകയും ഇവരുടെ വീട് പണിക്ക് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ. ഇത് എവിടുന്ന് പഠിച്ചതാണ്? മുസ്ലിം കുടുംബമാണ്. ഇസ്ലാം എവിടെയാണ് അതിനുള്ള അനുവാദം അമ്മായിയമ്മക്ക് നൽകിയിട്ടുള്ളത്? കാരണം ആ മരുമകൾ വരുമ്പോൾ അവളുടെ കയ്യിലുള്ള സ്വത്ത് അവളുടേതാണ്. അത് നമ്മൾ അവരുടെ അനുവാദമില്ലാതെ കൈവശം വെക്കുന്നതും ഉപയോഗിക്കാനും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അത് അവളുടെ സമ്പത്താണെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ നാട്ടുനടപ്പിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളുടെ വീടിനകത്ത് കൊണ്ടു നടക്കുമ്പോൾ അത് അവിടെ സംഭവിക്കുന്നത് എന്താ? ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ തന്നെ ഉണ്ടാക്കപ്പെടുകയാണ്. നമ്മളുടെ കുടുംബങ്ങൾ അതിൽ നിന്ന് മുക്തമാകുമ്പോഴാണ് അവർക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാവുക. ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുക. ഇപ്പോൾ വിവാഹം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഇസ്ലാം പറയുന്നത് എന്താണ്? ആ പെൺകുട്ടിയുടെ സമ്മതം വേണം എന്നുള്ളതാണ്. ആ പെൺകുട്ടികൾക്ക് സമ്മതത്തോടു കൂടിയാണ് വിവാഹത്തിലേക്ക് കടക്കേണ്ടത്. ഇപ്പോൾ കുറേയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. പലർക്കും അതൃപ്തി ഉണ്ടെങ്കിലും അത് സമ്മതിച്ചു കൊടുക്കാതെ അവസ്ഥ സംജാതമായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ കുറച്ച് മുമ്പൊന്നും അങ്ങനൊന്നുമില്ല. അവളുടെ സമ്മതമൊന്നും ആരും പരിഗണിക്കൂല. മാതാപിതാക്കൾ തീരുമാനിക്കുന്നു, കല്യാണം കഴിപ്പിക്കുന്നു. ഇവിടെ നിരാകരിക്കപ്പെടുന്നത് ആ ഇസ്ലാം പെൺകുട്ടിക്ക് നൽകിയൊരു അവകാശമാണല്ലോ. അള്ളാൻ്റെ റസൂലിൻ്റെ മുമ്പിൽ പോയിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടി, എൻ്റെ ഉപ്പ എൻ്റെ സമ്മതമില്ലാതെ ഒരാൾക്ക് എന്നെ കെട്ടിച്ചു കൊടുത്തു. അള്ളാൻ്റെ റസൂൽ എന്താ പറഞ്ഞ്? നിനക്കിഷ്ടമല്ലെങ്കിൽ അത് ഒഴിവാക്കാം, ആ ബന്ധം ഒഴിവാക്കാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അത് ഇസ്ലാം അവർക്ക് നൽകുന്നൊരു സ്ഥാനം കൊണ്ടാണ്. ഈ സ്ഥാനം നമ്മൾ പരിഗണിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനം. രണ്ട്, മഹർ എന്ന് പറയുന്നത് പെണ്ണിന് ആവശ്യപ്പെടാമെന്നുള്ളതാണ്. ഒരു പെണ്ണ് എനിക്ക് ഇത്ര മഹർ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ഉൾക്കൊള്ളാനുള്ള എത്ര യുവാക്കൾ നമ്മളുടെ സമൂഹത്തിലുണ്ടാവും? കാരണം അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളത് ഇസ്ലാമികമായ മൂല്യമാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്ന് പറയുന്നതാണ് ഈ പറയുന്ന പുരുഷാധിപത്യ മനോഭാവം എന്ന് പറയുന്നത്. കാരണം ഇസ്ലാം ഒരു സ്ത്രീക്ക് നൽകുന്ന അവകാശമാണല്ലോ അവൾക്ക് ആവശ്യമുള്ള മഹർ ചോദിക്കാന്നുള്ളത്. അങ്ങനെ ചോദിക്കുമ്പോഴേക്ക് അവൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ബോധം നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു ബോധത്തിൻ്റെ പ്രശ്നമാണ്. ഇസ്ലാം അനുവദിക്കുന്ന അത്തരം കുറേ അവരുടെ വ്യക്തിത്വങ്ങളുണ്ട്. മാത്രമല്ല, ഇനി ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടി വിവാഹിതയായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് ഒരു ദമ്പതികളായ ആളുകൾക്ക് കിട്ടേണ്ട കുറച്ച് പേഴ്സണൽ സ്പേസുകൾ ഉണ്ടാവും, സ്വകാര്യതകളുണ്ട്. ഇസ്ലാം സ്വകാര്യത എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാം? ഇവരുടെ ജീവിതത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കും. മാതാപിതാക്കൾ നിരന്തരമായി മകൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മുതൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വീടുകൾ പലയിടത്തുണ്ട്. അത് വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കും അവർക്ക്. കാരണം അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. കാരണം അവരുടേതായ സ്വകാര്യതകൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഗൃഹാന്തരീക്ഷങ്ങൾ സന്തോഷത്തോടെ അനുവദിച്ചു കൊടുക്കണം. കാരണം എന്താ? അത് പരസ്പരമുള്ള ബന്ധങ്ങളെ നന്നാക്കുകയാണ് ചെയ്യുക.
പലപ്പോഴും അവരൊന്നിച്ച് പുറത്തു പോകുമ്പോഴോ അവർ യാത്രകൾ പോകുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു തരം നീരസം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവം. ചിലർ പ്രകടിപ്പിക്കൂല, ചിലരെന്തോ ഉള്ളിൽ പറയും, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമാണ്. കാരണം അത് അവരുടെ ഒരു പ്രൈവസിയാണ്, അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. ഇപ്പം നമ്മളിങ്ങനെ പറയല്ലോ അള്ളാൻ്റെ റസൂലിൻ്റെ കുടുംബജീവിതം എത്ര മനോഹരമായിരുന്നു. അപ്പോൾ ആ മനോഹരത്തിൻ്റെ ഉദാഹരണം എന്താ നമ്മൾ പറയാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് ആഹാരം വായിൽ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ കുടിച്ച പാത്രത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചുണ്ട് വെച്ചെടുത്ത് വെച്ചുകൊണ്ട് റസൂൽ കുടിക്കും. അവരൊരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ഇതിനൊക്കെ പറ്റുന്ന ഒരു ഗൃഹാന്തരീക്ഷം നമ്മളുടെ വീടിനകത്തുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക. കാരണം ഇതൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന സ്നേഹം എന്ന് പറയുന്നത് പരസ്പരം പ്രകടിപ്പിക്കാനുള്ളതാണല്ലോ, പ്രത്യേകിച്ച് ദമ്പതികൾക്ക്. കാരണം മറ്റെല്ലാ ബന്ധങ്ങൾക്കും അപ്പുറം വളരെ വിശാലമായ ബന്ധമാണ് ദാമ്പത്യ ബന്ധത്തിൽ. മറ്റൊരുപാട് ഇപ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം ഒക്കെ പവിത്രമാണെങ്കിലും അതിനൊക്കെ ബൗണ്ടറി ഉണ്ട്, എവിടെയൊക്കെയോ ചില അതിരുകളുണ്ട്. എന്നാൽ ദാമ്പത്യ ബന്ധത്തിൽ അങ്ങനെ അതിരുകളില്ലാത്ത മാനസികവും ശാരീരികവുമായ അതിരുകളില്ലാത്ത ഒരു ബന്ധമാണ്. ആ ബന്ധം അങ്ങനെ അനുവദിച്ചത് എന്തിനാ? അത് അങ്ങനെ തന്നെ ആസ്വദിക്കാനും അനുഭവിക്കാനും കൂടിയാണ്. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിനകത്തുണ്ടാവുക, സമൂഹത്തിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അപ്പോൾ ചിലപ്പോൾ വിവാഹിതരായ ആളുകൾ ഒന്ന് മാറി താമസിക്കുമ്പോഴേക്ക് മുറുമുറുപ്പ് തുടങ്ങാൻ പാടില്ല. കാരണം അത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു തലമാണ്, അവരുടെ ഒരു പ്രൈവസി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു ആചാരമനുസരിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ടൊക്കെയാണ് പിന്നെ മാറി താമസിക്കുന്നത് ഉൾക്കൊള്ളുള്ളൂ. പെട്ടെന്ന് മാറിയാൽ കുടുംബസ്നേഹമില്ലാത്ത ആളെന്നൊക്കെ പറയും. അത് പറയാൻ പാടില്ല. കാരണം എന്താ? അത് അവരുടേതായ ഒരു വശത്ത് ഇസ്ലാം ഇത് അനുവദിക്കുമ്പോൾ തന്നെ മറുവശത്ത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ ഉദാഹരണത്തിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വന്നത് നമ്മളുടെ കുടുംബത്തിനകത്ത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളെ അത് യാഥാർത്ഥ്യമാക്കിയാൽ, ഇപ്പം ദമ്പതികൾ തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണല്ലോ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? നിങ്ങളിലെ ഏറ്റവും ഉത്തമനായ പുരുഷൻ ആരാണ്? ഖൈറുക്കും ലിനിസാഇഹിം, തൻ്റെ ഇണയോട് ഏറ്റവും സുന്ദരമായി പെരുമാറുന്ന ആളാണ് നിങ്ങളിലെ ഏറ്റവും ഉത്തമനായ പുരുഷൻ. ആണുങ്ങൾക്ക് അങ്ങനെ കഴിയുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരാണിൻ്റെ ഏറ്റവും നല്ല സ്വഭാവം ലഭിക്കേണ്ടത് ആ വീട്ടിലെ പെണ്ണിനോടായിരിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഇപ്പോൾ ചിലപ്പോൾ പല ആളുകളും എന്താണ്, പുറത്തിറങ്ങിയായിട്ട് ആളുകളോട് സംസാരിക്കുമ്പോഴും ആളുകളോട് ഇടപഴകുമ്പോഴും ആരോടും ദേഷ്യപ്പെടാത്ത ആളുകളുണ്ടാവും. ആരോടും ദേഷ്യപ്പെടാത്ത ആളുകൾ അവർ ചിലപ്പോൾ വീട്ടിൽ ദേഷ്യപ്പെടും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മളുടെ ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാവേണ്ടത് വീട്ടിനകത്താണെന്നാണ്. അങ്ങനെ നമ്മളുടെ പുരുഷന്മാരൊക്കെയും ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുന്ന, ഏറ്റവും നല്ല സ്നേഹവും പരിഗണനയും ഉള്ളവരായി മാറിയാൽ കുടുംബജീവിതത്തിൽ ആരും അനിഷ്ടങ്ങളും അസ്വാരസ്യങ്ങളും പ്രകടിപ്പിക്കില്ല. കാരണം അവരുടെ സ്പേസ് അവർക്ക് കിട്ടുന്നുണ്ട്. ഈ സ്നേഹത്തോടൊപ്പം വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, ബഹുമാനിക്കുക എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ പുരുഷന്മാരെ ബഹുമാനിക്കണം എന്നുള്ളത്. അത് വേണ്ടത് തന്നെയാണ്. കാരണം എന്താ? ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന, സാമ്പത്തികമായി അത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്ന, ഓടി നടക്കുന്ന ഒരു പുരുഷനോട് ഒരു സ്ത്രീക്ക് ബഹുമാനമുണ്ടാകണം. പക്ഷേ ഈ ബഹുമാനം എന്ന് പറയുന്നത് തിരിച്ചും കൊടുക്കാനുള്ളതാണ്. സ്ത്രീകളെയും ബഹുമാനിക്കണം. കാരണം എന്താ? ഇസ്ലാം പറയുന്നത് കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ പരസ്പര പൂരകമാണ്. ഒരേ ഉത്തരവാദിത്തം രണ്ടാളും ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് രണ്ടാളും വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങളാണെങ്കിലും രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. രണ്ടിനും ഒരേ മൂല്യമാണ്. ജോലിയെടുക്കുന്ന പുരുഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മഹത്തരവും, എന്നാൽ മക്കളെ നോക്കുന്ന, മക്കളെ പ്രസവിക്കുന്ന, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സ്ത്രീ നിർവഹിക്കുന്നത് അതിനേക്കാൾ താഴെയുള്ളൊരു പണിയുമല്ല. മറിച്ച് രണ്ടും ഒരേപോലെ മഹത്തരമായ ഉത്തരവാദിത്തമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ പ്രസവിച്ച ഒരു സ്ത്രീയോട് ഒരു പുരുഷൻ എത്രമാത്രം റെസ്പെക്റ്റ് കാണിക്കണം. കാരണം ഖുർആൻ പറയുന്നുണ്ടല്ലോ, വഹനന്നല വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസം ചുമന്നുകൊണ്ടാണ് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത്, ഗർഭം ധരിച്ച് മുന്നോട്ട് പോകുന്നത്. വഹൻ എന്ന അറബി ഭാഷയിൽ പറയുക മാനസികവും ശാരീരികവുമായ പ്രയാസത്തിനാണ്. ഈ രണ്ടും അനുഭവിക്കുന്ന ഒരു സ്ത്രീ കടന്നു പോകുന്നത് ഒരുപാട് ആഴ്ചകളാണ്, മാസങ്ങളാണ്. ആ പ്രയാസം കഴിഞ്ഞ് അതിസങ്കീർണമായ പ്രസവം എന്ന് പറയുന്ന ഒരു വേദനയിലൂടെ അവർ കടന്നു പോവുകയാണ്. എന്നാൽ അത് കഴിഞ്ഞോ? അതിനേക്കാൾ പ്രയാസമുള്ളൊരു ഘട്ടമാണ് പിന്നീട് വരുന്നത്. കാരണം ആ കുഞ്ഞിനെ ഒന്ന് വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് അവർ പെടുന്ന പാട് എത്ര വലുതാണ്. അവരുടെ ഉറക്കവും അവരുടെ ഭക്ഷണവും അവരുടെ എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയാവുകയാണ്. അപ്പോൾ നമ്മൾ
ഒരു പ്രസവിച്ച് മക്കളെ വളർത്തിയ വേറൊന്നും ചെയ്തില്ലെങ്കിലും അത് മാത്രം ചെയ്ത സ്ത്രീയോട് പോലും വലിയ ആദരവ് പുരുഷന്മാർ കാണിക്കണം. അപ്പം നമ്മളുടെ സ്ത്രീകൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഈ പറയുന്ന പണി അവർ പ്രസവിക്കുകയും ഇനി പ്രസവിക്കാത്ത സ്ത്രീകളുണ്ടാവും, അവരിതിനേക്കാൾ വലിയ മാനസിക പ്രയാസം അനുഭവിക്കുന്നവരായിരിക്കും. അത് വേറൊരു കാര്യമാണ്. ഇനി ഈ പ്രസവിക്കുകയും മക്കളെ വളർത്തുകയും കുടുംബം നോക്കുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാരുടെ ഉത്തരവാദിത്തത്തിൽ കൂടി അവരെ സഹായിക്കുകയാണ്. കാരണം കുടുംബത്തിലെ സാമ്പത്തികമായ ഉത്തരവാദിത്തം മാത്രമല്ല പുരുഷന്മാർക്കുള്ളത്, കുട്ടികളുടെ കാര്യത്തിലും വീടിൻ്റെ കാര്യത്തിലൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പക്ഷേ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ട സമയം പലപ്പോഴും കൊടുക്കാൻ കഴിയൂല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്? ആ ഉത്തരവാദിത്തം കൂടി പലപ്പോഴും അവർ നിർവഹിക്കുകയാണ് വീട്ടിലുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് അത് അങ്ങനെ നിർവഹിക്കണം. കാരണം ദാമ്പത്യ ജീവിതത്തിലെ ഖുർആൻ പറഞ്ഞത് എന്താണ്? റഹ്മത്തും മവദ്ദത്തും റഹ്മത്തും ഉണ്ടാവുക എന്നാണ്. ഈ സ്നേഹം കരുണ എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല, നമുക്ക് നിയമം വരച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്നേഹം കരുണ എന്നുള്ളത്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യും? പുരുഷന്മാർക്ക് വീട്ടിൽ അധികം സമയം വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പുരുഷന്മാർ ചെയ്യേണ്ട പലതും അവർ വീട്ടിൽ നിർവഹിക്കുന്നുണ്ടാവും. ഇത് പുരുഷന്മാർ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ പലതും സ്ത്രീകൾ ഏറ്റെടുത്ത് വീട്ടിൽ നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം, അതിൻ്റെ ഒരു പരിഗണന കൊടുക്കണം. ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഗണിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ദമ്പതികളായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. ഇത് പറഞ്ഞു വന്നാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. സ്വത്തവകാശം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സ്ത്രീ സമ്പാദിക്കുന്ന സ്വത്ത് അവളുടേതാണ്, അത് മറ്റൊരാൾ അനുവാദമില്ലാതെ എടുക്കാൻ പറ്റൂല എന്നാണ്. അപ്പോൾ അത് പലപ്പോഴും നമ്മളുടെ പല സ്ത്രീകളും ജോലി ചെയ്യുന്നവരും സമ്പാദിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പോലും പലയിടത്തും അനുവദിക്കാറില്ല, ഭർത്താക്കന്മാരെ അനുവദിക്കൂല. രണ്ട് തരത്തിലുള്ള അനീതി സംഭവിക്കാറുണ്ട്. ഒന്ന്, സ്ത്രീക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം പുരുഷൻ എന്ന് ഇസ്ലാം പറയുന്നുണ്ട്. പലരും അതിൽ വീഴ്ച വരുത്തും. സ്ത്രീ ഇങ്ങനെ അപേക്ഷിച്ച് പിന്നാലെ നടക്കേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാവും. അങ്ങനെ അപേക്ഷിച്ചിട്ട് കിട്ടേണ്ട ഒരു കാര്യമല്ലത്. അത് പുരുഷൻ അവൻ്റെ കഴിവിനനുസരിച്ച് കൊണ്ട് അവൻ പിശുക്ക് കാണിക്കാതെ സ്ത്രീക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി ഒരു സ്ത്രീ സ്വന്തമായി സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ സമ്പത്താണ്. അതിൽ നിന്ന് അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ തെറ്റായ രീതിയിൽ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായി നമുക്ക് ഉപദേശിക്കാം. അതെല്ലാം നല്ല കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വഴക്കു കൂടാൻ പാടില്ല. കാരണം അത് അവൾക്ക് ഇഷ്ടമുള്ള അതുപോലെ ചെലവഴിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നുണ്ട്. അപ്പം ഇങ്ങനെ തുടങ്ങിയുള്ള ഈ പറയുന്ന ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അവകാശങ്ങൾ തന്നെ നമ്മളുടെ വീടകങ്ങളിലൊക്കെ സൃഷ്ടിച്ചാൽ ഈ പറയുന്ന കുറേ പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയും. ഇതൊക്കെ നമ്മൾ നിരാകരിക്കുന്നത് കൊണ്ടാണ് വിവാഹം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് വലിയ ദുരിതമാണ് എന്ന അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. ഇസ്ലാം വളരെ മനോഹരമായി ഈ ബന്ധങ്ങളെയൊക്കെ ആവിഷ്കരിക്കുന്ന ആശയങ്ങളും പ്രായോഗികമായ നിർദ്ദേശങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. അത് നമ്മളുടെ വീട്ടിൽ പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വലിയ അപരാധമാണ്. കാരണം എന്താ? ഒരു വശത്ത് ഇത്തരം ചിന്തകൾ നമ്മളുടെ തലമുറയിൽ ഉണ്ടാവാനുള്ള കാരണക്കാരായിട്ട് നമ്മൾ മാറുന്നു. രണ്ട്, ഇസ്ലാമിനെ കുറിച്ച് ഈ സമൂഹത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നു. കാരണം ഇസ്ലാം വളരെ മനോഹരമായി ആവിഷ്കരിച്ച ഇത്തരം ആശയങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടത് നമ്മളുടെ കുടുംബങ്ങളിലൂടെയാണ്. നമ്മൾ ആ രീതിയിൽ ജീവിക്കാത്തത് കൊണ്ട് ഇസ്ലാമിൻ്റെ ഒരു നന്മയെ അനുഭവിക്കാനുള്ള അവസരത്തെ നമ്മൾ ഇല്ലാതാക്കുന്നതിലൂടെ നമ്മൾ ഇസ്ലാമിനോട് ചെയ്യുന്നൊരു അനീതിയായിട്ടത് മാറും. നമ്മളുടെ ചുറ്റിലും ഇസ്ലാമിനെ കുറിച്ച് നിരന്തരമായി തെറ്റിദ്ധാരണകളും വ്യാജങ്ങളും പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുടുംബം എന്ന നിലക്ക് നമുക്ക് സൃഷ്ടിക്കാവുന്ന വലിയ പ്രതിരോധമാണ് സമാധാനത്തിൻ്റെ ഇടങ്ങളായി, സന്തോഷത്തിൻ്റെ ഇടങ്ങളായി, നീതി പുലരുന്ന ഇടങ്ങളായി നമ്മളുടെ വീടുകളെ മാറ്റുക എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ മഹത്തായ ഒരു ഇസ്ലാമിക ദൗത്യം നിർവഹിക്കുന്നവരായിട്ട് നമ്മൾ മാറും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിലൂടെയൊക്കെ ഈ ലോകത്തിനപ്പുറമുള്ള പരലോകത്ത് വിജയിക്കുക എന്നുള്ളതാണ്. അതിനുള്ള വലിയൊരു മാർഗമാണ് പടച്ചോൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ലോകം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാലയളവാണ്. ഇത്തിരി പോന്ന ഈ ദുനിയാവിൽ ഏത് സമയത്തും അവസാനിച്ചു പോകാവുന്ന സുഖസൗകര്യങ്ങളാണ് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. അയൽപ്രദേശത്ത് വയനാട് മുണ്ടക്കയിൽ സംഭവിച്ച ദുരിതമൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഒരു പകല് അതിങ്ങനെ ഒരു രാത്രി നേരം വെളുക്കുമ്പോഴേക്ക് എല്ലാം ഒലിച്ചു പോയ മനുഷ്യർ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ജീവിതം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ കുറച്ച് പ്രശ്നവും കുറച്ച് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായി എന്നതുകൊണ്ട് നമ്മളങ്ങനെ വലിയ അസ്വസ്ഥരാവേണ്ടതില്ല. കാരണം ഇത് പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ദുനിയാവാണ്. ഇതിനപ്പുറമുള്ള ലോകത്ത്
അവിടെ വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇത് നമ്മളുടെ മക്കൾക്ക് പകർന്നു നൽകേണ്ട വലിയൊരു ബോധമാണ്. ഈ ലോകത്ത് നമ്മൾ മക്കളെ വിജയിക്കാനും ഒരുപാട് മുന്നേറാനൊക്കെ ഒരുപാട് നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അത് വേണം. അങ്ങനെ ഉണ്ടാവുമ്പോൾ തന്നെ അവരോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം, ദുനിയാവിൽ വല്ലാണ്ടൊന്നും നേടിയില്ല എന്നതുകൊണ്ട് നീ ഒരിക്കലും മോശമാണ് എന്ന് വിചാരിക്കരുത്. മറിച്ച് പരലോകമാണ് പ്രധാനം. അവിടെ എന്താണോ കിട്ടുന്നത് അതിൽ നീ ശ്രദ്ധ കൊടുക്കുക. ഇവിടെ എന്തെങ്കിലും പ്രയാസം, എന്തെങ്കിലും നഷ്ടമൊക്കെ ഉണ്ടായാൽ അതിൻ്റെ പേരിൽ നീ പരാജിതനായിട്ട് വിചാരിക്കേണ്ടതില്ല. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, സമ്പത്തും മക്കൾ എന്നൊക്കെ പറയുന്നത് ദുനിയാവിൻ്റെ അലങ്കാരങ്ങളാണ്. അലങ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയും, കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി നമ്മൾ ഒരുപാട് ബൾബും ലൈറ്റൊക്കെ ഇട്ടിട്ട് വളരെ വീടിൻ്റെ മുറ്റമൊക്കെ അലങ്കരിക്കാറുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ആ അലങ്കാരങ്ങൾ ആ മുറ്റത്തുണ്ടാവില്ല. ഇതേപോലെ ദുനിയാവ് എന്നൊക്കെ പറയുന്നത്, ദുനിയാവിൽ നമുക്കിങ്ങനെ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാൻ ഒരുപാട് മക്കളുണ്ട്, എനിക്കൊരുപാട് സമ്പത്തുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ ഈ ചെറിയ ലോകം കഴിയുന്നതോടുകൂടി നമുക്ക് ബാക്കിയാകുന്നത് എന്താ? അൽ ബാക്കിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക്. എന്നാൽ ബാക്കിയാകുന്ന സുഹൃതങ്ങളാണ് നമുക്ക് ഉപകാരപ്പെടുക. ഈ സമ്പത്തും ഈ മക്കളുമൊക്കെ ദുനിയാവിലെ നമ്മളുടെ കൺകുളിർമയും സന്തോഷവുമൊക്കെ ആകുന്നതോടൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളായി പരലോകത്തുകൂടി ഉപകാരപ്പെടുന്നതായി മാറിയാൽ നമ്മൾ വിജയിക്കുന്നവരായി മാറി. നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന ഒരു സന്താനത്തെയെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചു പോകണം. അത് നമുക്ക് ഈ നമ്മളുടെ ബർസഹി ജീവിതത്തിൽ, പരലോക ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന സുഹൃതങ്ങളായിട്ട് അത് മാറും. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിനപ്പുറമുള്ള പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ, നമ്മളുടെ കൂടെ നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അള്ളാഹുവിൻ്റെ ഫിർദൗസിലേക്ക് പോകാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ തുണക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.